The luckiest person. ഒന്നാമത്തെ വയസ്സിൽ സോച്ചിലെ പവേഴ്സ്. അങ്ങനെ നമ്മൾ ഐസ് കണ്ടിരിക്കുകയാണ്. How do you feel? I feel so happy. ഇവിടെ വണ്ടി ഇപ്പൊ കുളിച്ച് കുട്ടപ്പാനായി. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. അത് ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയാണല്ലേ? വെൽക്കം ടു ട്രാവൽ ടേപ്സ്. നമ്മുടെ എക്സ്പ്ലോർ ഇന്ത്യ 2024 മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡ് സോനാമാർഗിൽ നിന്നും. ഗുഡ് മോർണിംഗ് ഫ്രം ദാൽ ലേക്ക്. ഞങ്ങൾ രാവിലെ സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ എണീറ്റാണ്. അപ്പോൾ അവിടെ ഒരു ചായ കടിച്ചിട്ട് ബാംഗ്ലൂരൊക്കെ രാവിലെ സൈക്കിളിൽ ചായ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് തോണികളെ ചായ കൊണ്ടുവരുന്നത്. സൂര്യന് സൺറൈസിനാകുമ്പോഴേക്കും തന്നെ ഇവിടെ ചേട്ടന്മാരൊക്കെ ചായ വെക്കാനൊക്കെ വേണ്ടി തോണിയിൽ ടീക്കാത്ത 2 ചായ വാങ്ങിച്ചു കുടിക്കാൻ പോകുന്നു. रेडिश फेदर वाला कौन सा? ये नहीं आएगा वहाँ, ये सिर्फ इधर आता है। खाली इधर और इधर जो टुलिप गार्डन है वहाँ पे अभी टुलिप्स होता है क्या? अप्रैल में। अप्रैल में हाँ। अभी क्या होता है वहाँ पे? अभी कुछ नहीं है, अभी काली मिट्टी. आपका नाम क्या है? श्रीदेवी. सूर्या। आप तो लग रहा है श्रीदेवी जो एक दुबई में गिर गया. हाँ, वो बाथरूम में गिर गया जो उसने नहीं पिया माउंटेन ड्यू. രാവിലെ ഞങ്ങൾ ഇവിടുത്തെ ഒരു കാശ്മീരി ആൻറ്റി ആപ്പിളൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനെ കൂട്ടിക്കൊണ്ട് പോയതാണ്. എന്തൊക്കെയൊക്കെയോ കഥ പറയുന്നുണ്ട്. ഇതാണ് ആപ്പിളിന്റെ അല്ല ഇതാണ് ആപ്പിളിന്റെ ഓ പീച്ച്. वो है चरी. ബാക്കിലുണ്ട് പേര്. चरी का है. ഞങ്ങൾ സൺറൈസ് ഒക്കെ കണ്ടു. ഇപ്പൊ 7:45 ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ടോസ്റ്റഡ് ബ്രെഡ്, ജാം, പിന്നെ ഓംലേറ്റ് ആണെന്ന് തോന്നുന്നു. ബ്രെഡ് ഓംലേറ്റ്. അതിലെന്താ? बेबी ऑमलेट. ഇത് പൊന്നിനുള്ള സ്പെഷ്യൽ ഓംലേറ്റ്. ഇപ്പൊ നമ്മളങ്ങനെ ദാൽ ലേക്കിനോടും കാശ്മീരിനോടും വിട പറഞ്ഞു. ശ്രീനഗറിനും വിട പറഞ്ഞു. നമ്മളെവിടേക്കാ പോകുന്നത്? യെസ്, നമ്മളപ്പോൾ കാർഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 9 മണിയാവാറായി. ഇതിനിടയിൽ നമ്മൾ സോനാമാർഗ് പോകും. സോനാമാർഗിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് കുറേ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് കാണിക്കുന്ന സമയം 5 മണിക്കൂറും 23 മിനിറ്റാണ്. 2 മണിയാകുമ്പോൾ നമ്മൾ കാർഗിൽ എത്തുന്നതാണ് ഗൂഗിൾ ചേച്ചി പറയുന്നത്. യെസ്, ഇതാരിലേക്ക് ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. നമ്മൾ ഇന്നലത്തെ സ്റ്റേയും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ കാശ്മീരിലെ ഒരു പലചരക്കടയിൽ കയറിയിരിക്കുകയാണ് ബ്രെഡൊക്കെ വാങ്ങാൻ. ഇത് സിസ്റ്റം കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റ് ആണോ അതോ ചെറിയ കടയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതാണ് ഇവിടുത്തെ കടയത്തെ ചേട്ടൻ, ഇത് ഇവിടുത്തെ ചേച്ചി. ഹായ് കുട്ടപ്പു. സൂര്യ അവിടെ എന്തൊക്കെയൊക്കെയോ വാങ്ങുന്നുണ്ട്. എന്തൊക്കെയൊക്കെ? ആ, ബ്രെഡ്, ജാമ്, സ്പ്രെഡ്, പിന്നെ എനിക്ക് ലോട്ടിപ്പോയി. നമ്മളങ്ങനെ ഉൾറോഡിൽ നിന്ന് വന്ന് NH1 കയറി. ഇവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും സോനാമാർഗ് 67. സോനാമാർഗ് 67.
ഇവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലായിടത്തും പോലീസും പട്ടാളം എല്ലാരും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. और लंगर के वास्ते सर कुछ और देना, अल्लाह सलामत रखेगा. सब बंदे यहाँ लंगर खाते हैं. कहाँ जाना सर? ले जाने का. ठीक हो मैडम? छोटू ठीक हो? हाँ ठीक है. അവര് സൈഡിലൊക്കെ നിർത്തി लंगर के लिए सर कुछ आपने किसी से? സ്റ്റോള്. लंगर यहाँ सब बंदे खाते हैं मजदूर. लंगर के लिए कुछ नहीं 20-30 रुपए दे सर. अल्लाह सलामत रखेगा सर. താങ്ക് യു. ഇവിടെ ആളുകൾ നിൽക്കുന്നുണ്ട് ചെക്ക് പോസ്റ്റിൽ. എന്തോ കളക്ഷൻ ടോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. എന്തോ ടൈപ്പാണ് തോന്നുന്നുണ്ട്. ഏതാ 100 രൂപ മേടിച്ചല്ലേ? 100 പെർ ഡേ. ഇതിങ്ങനെ എന്തോ സാധനമൊക്കെ കാണിക്കുന്നത്. എന്താണ് മുനിസിപ്പൽ കൗൺസിൽ കണ്ടർബാലി കാശ്മീർ മല്ല ബ്രദേഴ്സ് ബ്രിഡ്ജ്. നല്ലൊരു വ്യൂ പുഴ പുഴ മലകൾ പാലം. വെൽക്കം ടു മണികാം. ഒരു ബോർഡുണ്ട് വെൽക്കം ടു മണികാം. നമ്മൾ സോനാമാർഗിലേക്കുള്ള റൂട്ടിലാണ്. പാലം. ഇവിടുത്തെ പുഴകളെല്ലാം ഇങ്ങനെ കല്ലൂരിലുള്ള കല്ലുകളല്ലേ, മണലൊന്നുമില്ല. അവിടെ ഒരു ചെറിയ പാർക്കിംഗ് ഉണ്ട് ഒന്നല്ലേ. ബ്യൂട്ടിഫുൾ. ഇതാ ഒരു ഓൺ ദ വേ ടു സോനാമാർഗ്. നമ്മൾ NH1 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീനഗർ ടു ലഡാക്ക് റോഡ് ഈസ് NH1. അപ്പോഴാണ് നമ്മൾ ഈ ഒരു അടിപൊളി, എന്ത് ഭംഗിയാണ് കാണാൻ. അത് മല, ഇവിടുത്തെ പുഴകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫുൾ പെബിൾസ് പോലെയുള്ള കല്ല്, അതിനകത്ത് നല്ല ബ്ലൂയിഷ് വൈറ്റിഷ് വെള്ളം. നല്ല നല്ല രസം കാണാം. ചെറിയൊരു തണുപ്പുണ്ട് ഈ വെള്ളം വരുമ്പോൾ. നല്ല ഭംഗി. ഐസായിട്ട് വെള്ളം. നല്ല തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. ഐസ് വാട്ടർ വരണ്ടല്ലേ വെള്ളം. നല്ല തണുപ്പുണ്ട്. വഴക്കുന്നുണ്ട്. ഞാൻ തണുക്കുന്ന. ഞാൻ വരുന്നില്ല. എന്താ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. തണുപ്പ് തനി ഐസ് വാട്ടർ തന്നെ. ഐസ് കളർ കാല് കരയിക്കുന്നുണ്ടോ? ഇതിന് വേണ്ടിയിട്ടല്ലേ കശ്മീർ വന്നത്. അത് അവിടെ കുട്ടാപ്പു. ലേ 400 കിലോമീറ്റർ, കാർഗിൽ 174 കിലോമീറ്റർ, ദ്രാസ് 17 കിലോമീറ്റർ. On the way to Sonamarg. നമുക്ക് സോനാമാർഗ് 29 കിലോമീറ്റേഴ്സ് കാണിക്കുന്നു. പോണ വഴിക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറി തുടങ്ങി. നമ്മൾ ഓൺ ദ വേ ടു സോനാമാർഗ്. ജമ്മുവിലെ ഏതോ ഒരു ടൗണിലാണുള്ളത്. ഇവിടെ നമ്മൾ ക്യാഷ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. JNK ബാങ്ക്. ക്യാഷൊക്കെ എടുത്തു. അവരവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചേട്ടൻ സ്വീറ്റ്സ് ഉണ്ടോ? സ്വീറ്റ്സ് അല്ല, സ്വീറ്റ്സ് ഉണ്ട്. കടല ബജ്ജി ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ സ്വീറ്റ്സ് ആണ്. കൊള്ളാം. ഇതൊക്കെല്ലാം നമ്മൾ വാങ്ങുന്നില്ല. ഏതാ വണ്ടിയിൽ കാശ്മീരി പറാട്ട. ഇതൊക്കെ കുട്ടൂരെ കടത്തി ഉറക്കാൻ അറിയായിരുന്നു ഞങ്ങള്. ഈ ഒരു ബട്ടൂരയില് ബോയിൽഡ് എഗ്. മൈദ ആണ് കാശ്മീരി പറാട്ട. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേത് ഇങ്ങനെയല്ല,
കടല കടല മസാല കടല പോലെ. അത് മസാല പൊട്ടാറ്റോ ചിപ്സ്. കാശ്മീരി ഹൽവ ചനയല്ലേ? സാധാരണ നമ്മുടെ കടല. ഈ സാധനം നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു തൂക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓ ഇത് ഇങ്ങനെയാണോ? ഇത് 250 ഗ്രാമിന് പുള്ളി പറയണത് 50. ഓ ये क्या है? ये स्वीट है. ये स्वीट है, हलवा जैसा. ये नमकीन है, इसीलिए ഇത് ഇങ്ങനെയാണ് കഴിക്കുന്നത് 50 का बराबर कर दिया. ഇത് 50-ക്കുള്ളതാണ്. അതായത് ഇതേപോലത്തെ ഒരു ബ്രെഡ്, അതിന്റെ മുകളിൽ ഇതേപോലെ ഹൽവ വെച്ചിട്ട്. ആ കണ്ടിട്ട് റവ ഹൽവ പോലെ ഉണ്ട് അല്ലേ? കഴിച്ചോക്കാം, വണ്ടി കയറിയിട്ട് കഴിച്ചോക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ വാങ്ങിയ കാശ്മീരി പറാത്ത പ്ലസ് എന്തൊരു സാധനം. ആ കാശ്മീരി എങ്ങനെയാണ് കേസരി ഹൽവ പോലെ ഒരു ഹൽവ. കഴിച്ചോക്കാം. ആവറേജ് പത്തേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ പൂരിയുടെ കൂടെ മന്ത്രം കഴിക്കുന്നത്. കൊള്ളാം, നല്ല സാധനം. നമ്മൾ സോനാമാർഗിലേക്കുള്ള വഴിയിൽ വീണ്ടും ഒരു ടണൽ കയറാൻ പോകുന്നു. വെൽക്കം ടു സീമോർ ടണൽ. ടണൽ ഓപ്പൺ ആയിട്ടില്ല വന്നിട്ട് കേട്ടോ. ടണൽ ഓപ്പൺ ആയിട്ടില്ല വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പഴയ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ഒരാൾക്ക് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകും. മുകളിലേക്കല്ല, 1-2 പോയിന്റ്സ് കൊണ്ടുപോകും. 500 രൂപയ്ക്ക് കുതിര. വാവ് വാവ്, എന്താ സ്ഥലല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. നിറയെ പൈൻ ട്രീസ്, പച്ചപ്പുല്ല്. #സോനാമാർഗ്. അങ്ങ് ദൂരെ മഞ്ഞാന്നേക്ക്. വാവ്, കുട്ടാപ്പിന് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് സോനാമാർഗ് വരെ വരേണ്ടി വന്നു അല്ലേ കുട്ടാപ്പോ? സോനാമാർഗ് right now. ചെറുതായിട്ട് മഞ്ഞൊക്കെ കാണാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. ഞാൻ മുന്നേ മഞ്ഞ് കണ്ടിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം മഞ്ഞ് എങ്ങനെയുണ്ട്? ദൂരെ കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷേ അവിടുത്തെ ഓൾറെഡി മെൽറ്റായി വരുന്നുണ്ട്. പക്ഷെ ലാൻഡ്സ്കേപ്പ് അടിപൊളി. എവിടുന്നൊക്കെ ഏത് സൈഡ് നോക്കിയാലും അടിപൊളി. ചില സൈഡ് മഞ്ഞുള്ള മല, ചില സൈഡ് പൈൻ ട്രീസ് ഉള്ള മല, ചില സൈഡ് മൊട്ടക്കുന്ന്. പിന്നെ ചുറ്റും നോക്കിയാൽ ഫുള്ള് ഗ്രീൻ ഗ്രാസ് ആയിട്ടുള്ള ഫുള്ള് മലകളാണ്. അടിപൊളി. മഞ്ഞുകാലത്ത്, അതായത് ഡിസംബറിൽ അങ്ങോട്ട് ഫുൾ മൂടി കിടക്കുന്ന സോനാമാർഗാണിത്. ഇപ്പം മഞ്ഞില്ല, അതുകൊണ്ട് ഈ ലാൻഡ്സ്കേപ്പൊക്കെ ഇങ്ങനെ കാണാം. പക്ഷെ മഞ്ഞത്ത് വന്നാലും ഇത് തിരിച്ച് മഞ്ഞത്ത് വരികയാണെങ്കിൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, വേറൊരു ഫീലായിരിക്കും. ഇത് മഞ്ഞില്ലാത്തപ്പോഴുള്ള സോനാമാർഗ്. നമ്മളൊരു വർഷം കൂടി എന്തായാലും വരും, ഒരു വട്ടം കൂടി എന്തായാലും വന്നേ പറ്റുള്ളൂ. മഞ്ഞുള്ള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും വന്നിരിക്കും. ഇനി ഇങ്ങനെ കണ്ട കാശ്മീരിനെ ഫുൾ മഞ്ഞിലൊന്ന് കാണും. ആക്ച്വലി നമ്മളിവിടെ ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ഇവിടെ ഫുള്ള്, അവിടെ നിങ്ങോട്ട് ഫുള്ള് മഞ്ഞാണ്, ഫുൾ മഞ്ഞായിരിക്കും. അതുകൊണ്ട് തന്നെ റോഡെല്ലാം എൻട്രി ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നാണ്. പക്ഷെ അവിടെ ഇപ്പോൾ പുതിയ ടണൽ നടക്കുന്നുണ്ട്. മേ ബി
ടണലിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞുള്ള സമയത്തും പോകാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ സോനാമാർഗ് കണ്ടിറങ്ങി. നമ്മുടെ കാർഗിലിലേക്കുള്ള യാത്ര ഇവിടെ കണ്ടിന്യൂ ആണ്. വെൽക്കം ഇന്ത്യൻ ആർമി വെൽക്കംസ് യു സോനാമാർഗ്. ഇവിടെ ആക്ച്വലി നല്ല ടൗൺ പോലെ ഉണ്ടല്ലേ. ഇവിടെ ഹോഴ്സ് റൈഡൊക്കെ ഒരുപാടുണ്ട്, ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഇതാണ് സോനാമാർഗ് ടൗൺ തോന്നുന്നല്ലേ. യെസ്, ഇത് മഞ്ഞുകാലത്ത് അടച്ചിടുന്ന വഴിയാണ്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പോൾ പോകാൻ പോകുന്നത് സോജില പാസ് ഓർ 0 പോയിന്റ്, വൺ ഓഫ് ദ ഹൈയസ്റ്റ് പീക്ക്. ഇവിടെ ആക്ച്വലി പുതിയൊരു ടണൽ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതാകുമ്പോൾ നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മല മുഴുവൻ ഇങ്ങനെ കറങ്ങി പോകാണ്ട് നമുക്ക് ടണൽ വഴി പോകാം. പക്ഷെ അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, വർക്ക് തുടങ്ങുന്നത്, നടന്നിട്ടില്ല. യെസ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ടണലിലായിരിക്കും പോകുന്നത് അല്ലേ കുട്ടാപ്പോ? അല്ലേ, അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ടണലല്ലേ പോവാ? അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ, അത് ഇവിടത്തെ എങ്ങനെ തന്നെ അല്ലേ. ഫിഷ് പോയിന്റോ റെസ്റ്റോറന്റ് ആണല്ലേ. ഓൺ ദ വേ ടു സോനാമാർഗിൽ നിന്ന് സോജില പാസിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു രക്ഷയില്ല. അതായത് ദൂരെ നമുക്ക് ചെറിയ ചെറിയ ഗ്ലേഷ്യേഴ്സ് പോലെ മഞ്ഞൊക്കെ കാണുന്നുണ്ട്. ബാക്കി ഫുൾ താഴെ ബ്ലൂ പുഴ. ഇത് മറ്റേ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. പച്ചക്കടലിന് പകരം പച്ച റിവറാണെന്ന് മാത്രം. നോക്കിയ ആളേര് കയറി വരുന്ന ഇറങ്ങി വരുന്നില്ലേ. അല്ലല്ല, അത് ആ മോളിക്ക് തന്നെ നമ്മള് കേറണ്ടേ. അതാണ് റോഡ്. എന്റെ അമ്മ അവര് വരുന്നത് എന്ത് റിസ്ക് അല്ലേ. നമ്മള് സോജില പാസ് എത്താറായി. ഇനി ഒരു 5 കിലോമീറ്റർ കൂടി ഉണ്ട്. ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടല്ലേ. നമുക്ക് അത് ആ മുകളിലെ റോഡിലൂടെയും പോകുന്നില്ലേ. ഓക്കെ, അപ്പം നമുക്ക് 6 കിലോമീറ്റർ കൂടിയാണ് സോജില പാസ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഉയരം കൂടുന്നവരും വണ്ടിക്ക് ഇങ്ങനെ ചെറുതായിട്ട് പവർ ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകുന്നു. ഇപ്പോൾ തൽക്കാലം നമ്മൾ AC ഓഫ് ചെയ്തപ്പോൾ കുറച്ചുകൂടി പവർ കിട്ടി. ഓക്സിജൻ ഇങ്ങനെ കുറഞ്ഞ് വരില്ലേ, അതുകൊണ്ട് വണ്ടിയുടെ പവറിന് ഇങ്ങനെ ചെറിയ കുറവ് വരും. Oh my God. നമ്മളീ പോകുന്ന വഴിയൊക്കെ നല്ല ഹെവി റിസ്കി റോഡാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ സൈഡിലൊന്നും അങ്ങനെ ബാരിക്കേഡ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡ് പിടിച്ച് സേഫ്റ്റി നോക്കിയാണ് പോകേണ്ടത്. കാരണം സൈഡ് ഇറക്കുന്നത് എത്രത്തോളം അവിടെ സ്ട്രോങ് ആയിരിക്കുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. താഴെ കാണുന്നതാണ് നമ്മൾ വന്ന വഴി. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ ഈ മല എല്ലാം കയറി പോണം. നമ്മുടെ ഫ്രണ്ടിൽ ലോറി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. പാറക്കല്ല് മാത്രം. അങ്ങോട്ട് മോളിക്ക് പോകുന്നതോറും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൽ കൂടെയൊക്കെ വന്നത്. നമുക്കിതാ ലോറിയൊക്കെ പോകുന്ന അതിൽ കൂടെയാണ് ഇനി പോകാനുള്ളത്. ഇപ്പം അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് വീശി തുടങ്ങി. ഒരു രക്ഷയില്ല. കുറച്ച് പേടിയൊക്കെ ആവുന്നുണ്ട്, പക്ഷെ നല്ല കുഴപ്പമില്ല. ഇതൊക്കെ വീഡിയോയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, സിനിമയിലും ഒക്കെ. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം.
സന്തോഷം പറയുമ്പോ അത്ര സന്തോഷമില്ലെങ്കിലും ചെറിയ പേടിയുള്ളത് കൊണ്ടാണ്. ബട്ട് സ്റ്റിൽ തോന്നില്ല വേറെ എവിടെ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് സംഭവം ഉണ്ടാവുന്നു ഇല്ലല്ലോ. നമ്മൾ ഈ വഴിയിലൂടെ നയിച്ചുകൊണ്ട് പോകുന്നത് മിസ്റ്റർ സിനാൻ ബ്രോ. പേടിയുണ്ടോ ഡ്രൈവ് ചെയ്യാൻ? ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പേടിയുണ്ടോ? പക്ഷേ വാലിന്ന് ലാൻഡ് സ്ലൈഡ് ആവുന്നുള്ള പേടിയുണ്ട്. അറിയില്ലല്ലോ. അതെ ഇതുണ്ട്, എല്ലാം നല്ല ലൂസ് റോക്സ് ആണ്. അതിങ്ങനെ അടുക്കി വെച്ച പോലെ കല്ലാണ് കേട്ടോ. അതെ അതെ, റോഡ് സൈഡിലൊക്കെ നല്ല വീണ് കിടക്കുന്ന പോലെ നമുക്ക് കാണാം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ റോഡ് ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാലോ, അതിന്റെ ഇടയ്ക്ക് ഒരു ചായക്കട തുടങ്ങിയത്. ആ ഇത് ഇവിടുത്തെ മെയിൻ പോയിന്റ് ആവുന്നല്ലേ ചായക്കട. ജ്യൂസ് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിക്കുന്നത് पूरा कवर करके देते हैं सर. ഗൈസ്, അപ്പം നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് ഐസ് കണ്ടിരിക്കുകയാണ്. വാവ്, ഐസൊക്കെ ഉരുകി ഫുൾ ചളിയുള്ള ഐസാണ്. ഫുള്ള് ചളിയുള്ള ഐസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുക്കി വരുന്നുണ്ട്. സോ അതൊക്കെ അതോ ഐസാ അതാ അവിടെ. ഐസ് കണ്ട എക്സൈറ്റ്മെന്റിലാണ്. ഫൈനലി നമ്മൾ അങ്ങനെ കുറച്ച് ഐസ് കണ്ടിരിക്കുന്നു. ഐസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ഐസ് കാണാൻ പറ്റുന്ന നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉരുക്കി പോയതാട്ടോ. ഇവിടെയൊക്കെ ഉരുക്കി പറ്റി പോകുന്നുണ്ട്. ആ വലിയ ഐസാണ്. വാവ്, ആ മുകളിലൊക്കെ മുന്തൽ ഐസ് ഉണ്ടാവുമല്ലേ. റോഡൊക്കെ സൈഡ് ഫുള്ള് മലയാണ്. സെൻട്രലൊരു മലയുടെ ഇടയിൽ കൂടെ പോകുന്നു നമ്മള്. എന്താ റോഡല്ല, നമ്മൾ ലേയിൽ പോകുമ്പോഴും ഇത്ര റിസ്ക് ആയിരിക്കും റോഡ് ആയിരിക്കും അല്ലേ. കാർഗിൽ ലേറ്റ് മണാലി ഇതേപോലത്തെ റോഡ് നടന്നു. ആ അതുകൊണ്ട് കുറെ കട്ടായി പോകും അല്ലേ. നമ്മളെ കേറി വന്ന വഴിയാനാകാം. ഇവിടുത്തെ മലകളുടെ കളറൊക്കെ മാറി, കുറച്ച് റെഡിഷ് കളറൊക്കെ ആയി. സോ നമ്മൾ സോജില പാസ് എത്തിയിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല, സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ഫസ്റ്റ് സോനാമാർഗ് പോയി. സോനാമാർഗ് നമ്മൾ സോജില പാസ്. ഇതാണ് സോജില പാസ്. 0 പോയിന്റ് ആൾട്ടിറ്റ്യൂഡ് 11,649 അടി.
സീറോ പോയിന്റ് എന്ന് വിളിക്കുന്നുണ്ട്. ലക്കിയസ്റ്റ് പേഴ്സൺ, ഒന്നാമത്തെ വയസ്സിൽ സോജിലെ പാവേഴ്സ്. നമ്മളൊക്കെ നീണ്ട 10-28 വർഷം എടുത്തല്ലേ. ഇവിടെ നിറയെ ഷോപ്പുകളുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. നമ്മള് വീഡിയോ എഡിറ്റ് തരാന്ന് പറഞ്ഞു പുള്ളി നമ്മളോട് 350 രൂപ എന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ 200 രൂപയ്ക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സിനിമയിലെടുത്തു. ഇനി കുട്ടാപ്പന്റെ ഉപ്പനും ഉമ്മേനെ സിനിമയിലെടുക്കാൻ പോവാണ്. വീഡിയോ നമ്മളെന്തായാലും വൈകാതെ ഇൻസ്റ്റയിൽ റീലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇവരുടെ ഗിംബൽ ഉണ്ടോ, എന്താ ബിസിനസ് ടെക്നിക്ക് അല്ലേ. ഒരു ഗിംബലും ഒരു ഐഫോണും. നൈസ്. പാസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. താങ്ക് യു, വിസിറ്റ് അഗൈൻ സോജില പാസ്. കാർഗിൽ 96 കിലോമീറ്റർ. നമ്മളെല്ലാവരും കോലം മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും നല്ല വെയിലൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ കിടെല്ലാം തണുപ്പാണ്, ഒടുക്കത്തെ കാറ്റാണ്. ഞങ്ങളെല്ലാവരും ജാക്കറ്റ് എടുത്തിട്ട് വണ്ടിയിലേക്ക്. അതെ, ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. കാരണം കയറി വരുന്നത് വരെ ചൂടായിരുന്നു, ലാസ്റ്റ് പോയിന്റ് വരെ ചൂടായിരുന്നു. ഇപ്പൊ ഫുള്ള് തണുപ്പാണ്. ഞങ്ങൾ എല്ലാവരും ജാക്കറ്റ് ഇതാക്കിയപ്പോ കേട്ടു ഫുള്ള് ഡ്രൈ ആയി, കൈയെല്ലാം ഡ്രൈ ആയി. വെൽക്കം ടു ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി കാർഗിൽ. നമ്മളങ്ങനെ കാർഗിലേക്ക് എൻട്രി ചെയ്യുന്നു. ഇവിടെ ഫുള്ള് മിലിറ്ററി ക്യാമ്പ് കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇവരാണ് ഇവിടുത്തെ. ആക്ച്വലി ഈ ചെക്ക് പോസ്റ്റ് അല്ലേ അടയ്ക്ക മഞ്ഞ് വരുന്ന സമയത്ത്. ഇവിടുന്ന് അങ്ങോട്ടാണ് എൻട്രി ഇല്ലാത്തത്. നമ്മള് കാർഗിൽ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഇനി കാർഗിലേക്ക് എത്ര കാണിക്കുന്നത്? 85 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 2 hours. പക്ഷെ നല്ല റോഡാണ്, അതുകൊണ്ട് നമ്മൾ അതിനെക്കാട്ടിയും നേരത്തെ എത്താമെന്ന് വിചാരിക്കുന്നു. കാർഗിൽ കാണാം. അങ്ങ് ദൂരെ മലയിൽ സൺലൈറ്റ് വെക്കും. നമ്മളിപ്പോ ഇങ്ങനെ താഴ്വാരത്താണ്, അങ്ങ് ദൂരമാണ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാല്ലേ അല്ലേ. എന്ത് പറഞ്ഞിട്ടാണ് ഇതിന് വർണ്ണിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. ഒന്നും പറയില്ല, ചുമ്മാ അങ്ങനെ കണ്ട് എൻജോയ് ചെയ്യുക. നമ്മളിപ്പോ പോകുന്നത് ശ്രീനഗറിലെ ഹൈവേ ആണ്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ടെറൈൻ കണ്ടോ, ഫുൾ മഞ്ഞ്. എന്തല്ലേ അതിപ്പോഴാ 6 months ഇങ്ങനെ 6 months അങ്ങനെയാണ്. ഇപ്പൊ മഞ്ഞൊന്നുമില്ല അത്ര, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തണുപ്പില്ല എന്നൊക്കെ തോന്നും, പക്ഷെ കുറച്ച് നല്ല തണുപ്പാണ്. അങ്ങ് ദൂരെ മലയില് സൺലൈറ്റ് വെക്കും. നമ്മളിപ്പോ ഇങ്ങനെ താഴ്വാരത്താണ്, അങ്ങ് ദൂരമാണ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാല്ലേ അല്ലേ. എന്ത് പറഞ്ഞിട്ടാണ് ഇതിന് വർണ്ണിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. ഒന്നും പറയില്ല, ചുമ്മാ അങ്ങനെ കണ്ട് എൻജോയ് ചെയ്യുക. നല്ല കിടില റോഡല്ലേ. NH301 നല്ല അടിപൊളി റോഡാണ്, പുതിയ റോഡാണ് ഇത്. അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അവരുണ്ടാക്കിയ റോഡാണ്. അതവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ആ ലൈറ്റ് ഉണ്ട്. ശരിക്കും അവര് സമ്മതിക്കണല്ലേ, ഇത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡില് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇത്രയും സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ. അതായത് ഹാർഡ് വർക്കല്ലേ റോഡ് പണി എന്നൊക്കെ പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓക്സിജന്റെ കുറവ് കാരണം ചെറുതായിട്ട് തലവേദനയൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അവർക്ക് എത്ര കഷ്ടപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നല്ലേ. അത് കിട്ടില്ല റോഡ് കേട്ടോ. കാർഗിൽ ഇങ്ങോട്ട് സൂപ്പർ റോഡാണ്. അതെ നമ്മളങ്ങനെ ഇതോ ചെറിയ ഗ്രാമത്തിലോട്ട് എത്തി.
മലകളൊക്കെ ചുവന്ന കളറിൽ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ സൺസെറ്റിൻ്റെ ലൈറ്റും കൂടി കഴിക്കും. നമ്മളിവിടെ ഓണ്ട വേല് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാവരും വണ്ടി വന്നിട്ട് ഇങ്ങനെ കഴുകുന്നുണ്ട്. സോ നമ്മളും കഴുകാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വണ്ടി നമ്മുടെ മുന്നേറ്റതാണ്. അതിനുശേഷം നമ്മുടെ വണ്ടിയിൽ ഫുള്ള് ചളിയാണ്, ഫുള്ള് ചളിയും പൊടിയൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ. നമ്മളിനി നമ്മുടെ വണ്ടി കഴുകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കഴുകാൻ പോവാണ്. നമ്മുടെ എക്കോ സ്പോട്ടിൽ ഇത് എവിടെ നിന്നും മലയുടെ മുകളിൽ ഫ്രീ ആയിട്ട് വരുന്ന വെള്ളമാണ് പോകുന്നത് കേട്ടോ. വാവ്, വണ്ടി ഒന്ന് വെളുത്തു. വണ്ടിയുടെ തിളക്ക ഒറിജിനൽ കളർ ഇത്രയും ഫുള്ള് പൊടിയായിരുന്നു. കളറൊക്കെ ഒന്ന് ഫെയ്ഡായി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒറിജിനൽ കളർ വരുന്നത്. ഓക്കെ, വണ്ടിനെ കുളിപ്പിച്ചു. നമ്മുടെ വണ്ടി ഇപ്പോൾ കുളിച്ച് കുട്ടപ്പാനായി. നൈസ്. എവിടെന്നോ പുഴ മോളിന്ന് മലകളിൽ നിന്ന് എവിടെന്നോ വരുന്ന വെള്ളമാണ് കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളം. നമ്മൾ ലാസ്റ്റ് കഴിക്കിയത് ഗോളിയാർ എത്തുന്നതിന് മുന്നെയാണ്. ഹൈദരാബാദ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കിയത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് അല്ല, ഗോളിയാർന്നല്ല, യെസ് ഗോളിയാർന്നാണ് നമ്മൾ കഴിക്കിയത്. പക്ഷേ പിന്നെ അതിന് ശേഷം ഫുള്ള് ചളിയായിരുന്നു. അപ്പോൾ വണ്ടിയുടെ കളറേ മാറി. കാർഗിൽ 58. അത് കാർഗിലെ എന്തോ ഹോട്ടലിലാണ്, ആ ഹോട്ടൽ ഏരിയാസ് ആയിരിക്കും. പിന്നെ നമുക്കൊരു സജഷൻ ഉള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ നിന്ന് എൻട്രി കയറി കഴിഞ്ഞാൽ പിന്നീട് പമ്പ് വരുന്നത് ഇങ്ങ് താഴെ കാർഗിലിൽ എത്തുന്നതിന് മുന്നെയാണ് പമ്പുള്ളത്. അപ്പോൾ മാക്സിമം പെട്രോള് അല്ലെങ്കിൽ ഡീസൽ ഫുൾ ആക്കിയതിന് ശേഷം എൻട്രി ചെയ്യാം. അതിനിടയ്ക്കൊന്നും പമ്പുകളില്ല. സോ അതൊരു എന്താ പറയുക സജഷനാണ്. അല്ല, അത് മാത്രമല്ല, അങ്ങനെ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് നമ്മൾ വന്നത് ഫസ്റ്റിലും സെക്കൻഡിലാണ്. കാരണം വണ്ടി ഹൈറ്റ് കയറുന്നതും വണ്ടിയുടെ ഓക്സിജൻ ലെവൽ കുറയുന്നതോളം നമ്മുടെ വണ്ടിയുടെ പവർ കുറയും. അപ്പോൾ നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടുന്നത് 20-30 സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. അതായത് ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമാണ് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നോർമൽ നമ്മൾ മൈലേജ് ഒക്കെ വെച്ചിട്ട് 200 കിലോമീറ്റേഴ്സ് ഓടുമെന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പ്ലാൻ ചെയ്ത് വരരുത്. വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം പറ്റുന്നതാണെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് തന്നെ വരിക. അങ്ങനെ എനിക്ക് ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് കയറി വരാം. അപ്പോൾ നമ്മൾ ഓൺ ദ വേ കാർഗിൽ വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് ഡ്രോണൊന്നും പറത്താൻ പറ്റില്ല. കാർഗിൽ വാർ മെമ്മോറിയലിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്.
അപ്പൊ നമ്മൾ കാർഗിലിലൊക്കെ എത്തി. ശ്രീനഗർ ടു കാർഗിലില് നമുക്കൊരു സ്റ്റേ ഒക്കെ സെറ്റാക്കി. എന്നിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് കാർഗിൽ മാർക്കറ്റിൽ കൂടെ. നമ്മള് അങ്ങനെ നമുക്ക് റൂം കിട്ടി. ശ്രീനഗർ ടു കാർഗിൽ നമുക്ക് റൂമൊക്കെ കിട്ടി. നമ്മൾ നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ലക്കിലി ഒരു നല്ല ഡീൽ കിട്ടി. ഇവിടെ റോഡ് സൈഡ് തന്നെ ചേട്ടന്മാർ റൂം വേണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്ര സീസൺ അല്ലാത്തതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബെറ്റർ റേറ്റ്സിൽ തന്നെ റൂമൊക്കെ കിട്ടി. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ആ റൂം നമ്മൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. 1500 രൂപയ്ക്കാണ് നമുക്ക് റൂം കിട്ടിയത്. സോറി 1500 അല്ല, 1250 രൂപ. അത് 1500 രൂപ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് 2 റൂം 2500 രൂപയ്ക്ക് തന്നു. ആക്ച്വലി നമ്മുടെ ഒരു ഏജന്റ് ഉണ്ടായിരുന്നു. അവരെ ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കാർഗിലില് റൂമിന് 4700 രൂപ പറഞ്ഞത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഓൺലൈൻ നോക്കി ഗോയബിബോയിലൊക്കെ. അപ്പോൾ നമുക്ക് അറിയാം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സീസൺ അല്ല, നമുക്ക് ഇവിടെ വന്നാലും കിട്ടുന്നുള്ളത്. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ വന്നത്. സ്ഥലത്തിന്റെ പേരും കാർഗിൽ, ഹോട്ടലിന്റെ പേരും കാർഗിൽ. നല്ല ഫുഡല്ലേ? നല്ല ഫുഡാണ്. നല്ല കടായി ചിക്കനാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത കറി ഇത്രയും വന്നിട്ടുണ്ട്. 4 പേർക്ക്. ആക്ച്വലി ഇത് ഫുള്ളാണ് ആക്ച്വലി അല്ലേ? ഫുള്ളാണ്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ ഫുള്ള് ഇത്ര ഉണ്ടാവില്ല. കാശ്മീരാണെങ്കിൽ അതാണ് ഒരു കാര്യം. എവിടെ ഓർഡർ ചെയ്താലും ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതൽ. ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും. ചിക്കനൊക്കെ ഇഷ്ടം പോലെയാണ്. നമ്മുടെ ആക്ച്വലി നമ്മള് ശ്രീനഗറിൽ നിന്ന് മറ്റേ ആ ഫുഡ് കഴിച്ചപ്പോഴും അവർ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ഓർഡർ ചെയ്തില്ലേ, അപ്പോഴും ഇതേപോലെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരുന്നല്ലേ? ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ. പടച്ചാമ്പുരാനെ എന്താ കുറിച്ച് കുഞ്ഞാണ്